മിനിസ്റ്റർ ഭരണകക്ഷിയാണ്. CPM ഭരിക്കുന്ന സ്റ്റേറ്റിൽ ഒരു മന്ത്രിയാണ്. ഇവിടുത്തെ മുസ്ലിം യൂത്ത് ലീഗ് മിനിസ്റ്ററുടെ ഫോട്ടോ വെച്ച് ഒരു അഭിനന്ദിക്കുന്ന ഒരു ഫ്ലക്സ് ആദ്യം കണ്ടപ്പോൾ അതാണ് ഞങ്ങളുടെ മഞ്ചേശ്വരം എന്ന് മിനിസ്റ്ററോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് വികസനത്തിന്റെ കാര്യത്തിൽ ഒരു രാഷ്ട്രീയവുമില്ല. ഞാൻ മഞ്ചേശ്വരത്ത് 2021 MLA ആയി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഞാൻ MLA ആയി നിയമസഭയിലേക്ക് പോകുമ്പോൾ സ്പീക്കർ ഇടയ്ക്കിടയ്ക്ക് പറയും, മാസ്ക് ധരിക്കാതെ പ്രസംഗിക്കരുത് എന്ന് പറയുന്ന നിയമസഭയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അനുഭവമായിട്ട് ഞങ്ങൾ പോയൊരു സമയമായിരുന്നു. അതിനെ കൂടെ നിയമസഭയിൽ എത്തിയപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആദ്യമായി നിയമസഭയിൽ ഞാനൊരു കോളിംഗ് അറ്റൻഷൻ ബഹുമാന്യ മുഖ്യമന്ത്രിയോട് അവതരിപ്പിച്ചത്, സർ, പരമ്പരാഗതമായി ആരോഗ്യരംഗത്ത് ഞങ്ങൾ ആശ്രയിക്കുന്ന മംഗലാപുരം, കർണാടകയിലെ ഗവൺമെന്റ് ഒരു കോവിഡ് വന്നപ്പോൾ ഞങ്ങളെ മാറ്റി നിർത്തുന്നുണ്ട്. 14 അതിർത്തികൾ അടച്ച് ഞങ്ങളെ പോകാൻ സമ്മതിക്കുന്നില്ല. 22 പേര് പിടഞ്ഞു മരിച്ചു എന്നുള്ള സങ്കടകരമായ ഒരു കോളിംഗ് അറ്റൻഷനാണ് ഞാനന്ന് അവതരിപ്പിച്ചത്. ബഹുമാന്യ മുഖ്യമന്ത്രി അതിർത്തി തുറക്കാൻ വേണ്ടി ഇടപെട്ടതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. നമ്മൾ ആ സമയം മുഴുവൻ ആലോചിച്ചൊരു കാര്യമാണ് മഞ്ചേശ്വരത്തെ ആരോഗ്യരംഗത്ത് വലിയ മാറ്റം. നിങ്ങളുടെ MLA ആയി ഈ ചടങ്ങിന്റെ അധ്യക്ഷം വഹിക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി പറയാൻ കഴിയും, താലൂക്ക് ഹോസ്പിറ്റലിൽ 17 കോടിയുടെ പുതിയ കെട്ടിടത്തിന്റെ വർക്ക് നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു. മഞ്ചേശ്വരത്ത് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹോസ്പിറ്റലിൽ 8 കോടിയുടെ 2 കെട്ടിടത്തിന് ഔപചാരികമായ അതിന്റെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു. ബായാറിൽ നിന്ന് മിനിസ്റ്റർ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ സന്തോഷം കൂടിയുണ്ട്. കാരണം ഒരു സബ് സെന്ററിന് നമുക്കൊരു 55 ലക്ഷം രൂപ ഈ ആഴ്ചയാണ് നമുക്ക് ലഭിച്ചത്. ഞാനിവിടെ എല്ലാവരോടും സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഞാനിവിടെ വരുമ്പോൾ എന്നെ ഏറെ സന്തോഷിപ്പിച്ച ഒരു പോസ്റ്റ് ഉണ്ട്. എൻട്രൻസിൽ മിനിസ്റ്റർ ഭരണകക്ഷിയാണ്. CPM ഭരിക്കുന്ന സ്റ്റേറ്റിൽ ഒരു മന്ത്രിയാണ്. ഇവിടുത്തെ മുസ്ലിം യൂത്ത് ലീഗ് മിനിസ്റ്ററുടെ ഫോട്ടോ വെച്ച് ഒരു അഭിനന്ദിക്കുന്ന ഒരു ഫ്ലക്സ് ആദ്യം കണ്ടപ്പോൾ അതാണ് ഞങ്ങളുടെ മഞ്ചേശ്വരം എന്ന് മിനിസ്റ്ററോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് വികസനത്തിന്റെ കാര്യത്തിൽ ഒരു രാഷ്ട്രീയവുമില്ല. ഈ മണ്ഡലത്തിന്റെ MLA എന്ന നിലയ്ക്ക് ഞാൻ അഭിമാനത്തോടു കൂടി പറയാം, ഞാൻ മിനിസ്റ്ററോട് എന്തൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മഞ്ചേശ്വരത്തിന്റെ ഓരോ കാര്യങ്ങളും ആവശ്യപ്പെടുമ്പോൾ എന്നെ മിനിസ്റ്റർ ഒരിക്കലും ഒരു പ്രതിപക്ഷ MLA എന്ന് കണ്ടിട്ടില്ല. മിനിസ്റ്റർ മഞ്ചേശ്വരത്തിന്റെ കാര്യം പറയുമ്പോഴൊക്കെ മഞ്ചേശ്വരത്തിന്റെ ആവശ്യം തിരിച്ചറിഞ്ഞ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ആരോഗ്യമന്ത്രി മഞ്ചേശ്വരത്തിന് ഫണ്ട് നൽകിയത് ആരെന്ന് ചോദിച്ചാൽ അത് വീണ ജോർജ് മിനിസ്റ്ററിന് സന്തോഷത്തോടെ. മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിന്റെ ആരോഗ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. നമ്മുടെ മംഗൽവാടി ആശുപത്രി ഇപ്പോ ഈ സർക്കാരിന്റെ ചുമതല ഏറ്റെടുക്കുമ്പോൾ കോവിഡിന്റെ 2ാം തരംഗമായി. അതായത് നമ്മൾ ഈ ലോക്ക്ഡൌൺ ഒക്കെ ഒന്ന് കഴിഞ്ഞ് പിന്നീട് ചെറിയ രീതിയിൽ ഓപ്പൺ ചെയ്ത് തുടങ്ങിയപ്പോഴും 1ാം തരംഗത്തിന്റെ സമയത്ത് നമ്മുടെ അതിർത്തികൾ അടയ്ക്കുന്ന സാഹചര്യം നമ്മൾ ഏറ്റവും വിഷമിച്ചൊരു കാലഘട്ടമാണ്. എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി മെഡിക്കൽ കോളേജ് കോവിഡ് ഹോസ്പിറ്റലായിട്ട് മാറ്റണമെന്നുള്ളത്. അവിടെ നിർമ്മാണം പെയിന്റ് ശേഷിക്കുന്ന ഒരു ഘട്ടം കൂടിയായിരുന്നു. അപ്പോ ബഹുമാനപ്പെട്ട MLA ഇവിടെ പറഞ്ഞതുപോലെ മംഗൽവാടി ആശുപത്രി 17.5 കോടി രൂപ കിഫ്ബിയിലൂടെ പണം അനുവദിച്ചു. അതിവേഗം നിർമ്മാണം പൂർത്തിയാകുന്നു. മഞ്ചേശ്വരത്ത് 8 കോടി രൂപ CHSക്ക് അനുവദിച്ചു. അങ്ങനെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു. എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങൾക്കും ഫണ്ട് അനുവദിച്ച് അവിടെ, അതെ, കുമ്പളയിലും ഇവിടെ നമുക്ക് CHSക്ക് അവിടെ നിർമ്മാണം നടക്കുകയാണ്. എല്ലാം പൊളിച്ചിട്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ്. 4.5 കോടി രൂപ അതിനുവേണ്ടി അനുവദിച്ചിട്ടുണ്ട്. ഞാനിവിടെ നമ്മുടെ ഈ പ്രദേശത്ത് ആദ്യം എത്തിയത് നമ്മുടെ യുനാനി കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് ആദ്യം ഇവിടെ എത്തുന്നത്. ഇനിയും കൂടുതൽ ശക്തമായി നമുക്കൊരു സ്വപ്നമുണ്ട്. മംഗൽവാടി ആശുപത്രി 17 കോടി എന്ന് പറയുമ്പോൾ ഇവിടുന്ന് എത്ര കിലോമീറ്ററാണ് മംഗൽവാടി? 6 കിലോമീറ്റർ. അപ്പോ അങ്ങനെ കിഫ്ബിയിലൂടെ 17 കോടി എന്ന് പറഞ്ഞാൽ കെട്ടിടം മാത്രമല്ല, എല്ലാ എക്യുപ്മെന്റ്സും ഉണ്ടാവും, സ്കാനിങ് ഉൾപ്പെടെ. നമുക്കൊരു താലൂക്ക് ആശുപത്രി, അവിടെ ഡയാലിസിസ് നല്ല നിലയിൽ നടക്കുന്ന ഒരിടമാണ്. അപ്പോ എന്തൊക്കെ ഡയഗ്നോസ്റ്റിക് സൗകര്യങ്ങൾ, മറ്റു കാര്യങ്ങൾ, അപ്പൊ അതിനനുസരിച്ചുള്ള തസ്തികളും ഒക്കെ അവിടെ സാധ്യമാക്കിക്കൊണ്ട് അത് എത്രയും വേഗം യാഥാർത്ഥ്യമാക്കണമെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു.